പല വഴിക്ക് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായി കോൺഗ്രസ് അധികാരത്തിലില്ല എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 2011 അവസാനമായിട്ട് ഇവർക്ക് ഭരണം കിട്ടിയത്. അന്ന് 72 സീറ്റിലാണ് ആകെ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അന്ന് അതിന് കാരണം എന്താണ്? 2006, 2007 കാലയളവിലാണെന്ന് പറയുന്നത് ഈ പുനർനിർണ്ണയം നടന്നത്. 2001 ഉണ്ണിസാർ പറഞ്ഞതുപോലെ 63 സീറ്റിൻ്റെ കോൺഗ്രസ് സീറ്റ് പിടിക്കുകയും AK ആന്റണിയുടെ കാലത്ത് അന്ന് പുനർനിർണ്ണയം നടന്നിട്ടില്ല. അതിന് ശേഷമാണ് പുനർനിർണ്ണയം നടന്നത്. പുനർനിർണ്ണയം നടന്നതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് പറയുന്നത്? കോൺഗ്രസിൻ്റെ കയ്യിൽ 60 പോയിട്ട് 50 പോയിട്ട് 35 കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 35 കഴിഞ്ഞിട്ട് എങ്ങനെയാണത്? 2011 87 സീറ്റിൽ മത്സരിക്കുമ്പോൾ 36 സീറ്റിലാണ് കിട്ടിയത്. 2016 87 സീറ്റിൽ മത്സരിക്കുമ്പോൾ 22 സീറ്റാണ് കിട്ടിയത്. 93 സീറ്റിലാണ് 2021 മത്സരിച്ചപ്പോൾ 21 സീറ്റാണ് കിട്ടിയത്. കാരണം 36 സീറ്റാണ് പുനർനിർണ്ണയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ. അപ്പം 2011 കാലത്ത് പോലും ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് 2011 അധികാരം കിട്ടുന്നത്? അന്ന് ഈ വിഭാഗീയത, CPM-ലെ വിഭാഗീയതയുണ്ടല്ലോ, അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള വിഭാഗീയതയുടെ അടിസ്ഥാനത്തിൽ ഭരണം വേണ്ട എന്ന് CPM തീരുമാനിച്ചുകൊണ്ട് മാത്രം അധികാരം കിട്ടിയതാണ് കോൺഗ്രസിന്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് 20 വർഷത്തിലധികമായിട്ട് കോൺഗ്രസ് ഈ പറഞ്ഞ സംസ്ഥാനത്ത് ഒരു രീതിയിലുള്ള ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എങ്ങനെയാണ് എൻ്റെ കാരണം? ഈ പുനർനിർണ്ണയത്തിന് ശേഷം 2 മണ്ഡലം മാത്രമാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് പോരാടിയിട്ടുള്ളൂ. ഒന്ന് പറവൂർ, ഒന്ന് കരുനാഗപ്പള്ളിയാണ്. പറവൂർ CPI ആണ് മത്സരിക്കുന്നത്, കരുനാഗപ്പള്ളിയും CPI ആണ് മത്സരിക്കുന്നത്. പറവൂർ VD സതീശൻ്റെ മണ്ഡലമാണ്. അവിടെ വരെ CPI-നോട് മത്സരിച്ചിട്ടാണ് കോൺഗ്രസ് ഒരു കുത്തക എന്ന് പറഞ്ഞാൽ ഘടകകക്ഷികളുടെ പിൻബലമില്ലാതെ സ്വന്തം ജയിച്ച് കയറാം എന്ന് പറയുന്നത് 2 മണ്ഡലമേ കേരളത്തിലുള്ളൂ. ഞാൻ പറയുന്നത് അരുൺ സാർ പറയുന്നതിനേക്കാൾ 40 മണ്ഡലം CPM-ൻ്റെ സ്ട്രോങ് കോട്ടയം. ഞാൻ അതിനേക്കാളും കൂടുതലാണ് പറയുന്നത്. ഏകദേശം 47ഓളം മണ്ഡലം CPM-ൻ്റെ കുത്തക മണ്ഡലങ്ങളാണ്. അവിടെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന 63 സ്ട്രാറ്റജി കൊണ്ട് പോലും നടക്കില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 22 സീറ്റിലാണല്ലോ ലീഗ് മത്സരിക്കുന്നത് അല്ലേ? 22 സീറ്റിലാണ് ലീഗ് മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 15 സീറ്റാണ് ലീഗിൽ കിട്ടിയത്. ഇനി 22 സീറ്റും ലീഗിന് കിട്ടിയെന്ന് വെച്ചോളൂ. ലീഗ് മത്സരിക്കുന്നത് തിരുവമ്പാടി അടക്കം ലീഗാണ് മത്സരിക്കുന്നത്. അങ്ങനെയുള്ള 22 സീറ്റും ലീഗിന് കിട്ടിയാൽ തന്നെ കളമശ്ശേരി ലീഗാണ് മത്സരിക്കുന്നത്. അങ്ങനെയുള്ള അത് ഞാൻ പറയുന്നത് ലീഗ് മത്സരിക്കുന്ന മുഴുവൻ സീറ്റും ലീഗ് കിട്ടിയാൽ തന്നെ ബാക്കി 72 സീറ്റിൽ 50 സീറ്റ് എവിടെ നിന്ന് വരണം? 50 സീറ്റ് കോൺഗ്രസിൻ്റെതും കേരള കോൺഗ്രസിൻ്റെ അടുത്ത് വരണം. കേരള കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മാക്സിമം അവർക്കാകെ 10 സീറ്റാണ് കൊടുക്കുന്നത്. 9 സീറ്റാണ് അവർക്ക് കൊടുക്കുന്നത്. 9 സീറ്റും വിജയിച്ചു നോക്കുക. 9 22 9 എത്രയായി? 31. ബാക്കി എത്ര സീറ്റ് വേണം? 40 സീറ്റ് വേണം ഭരണം കിട്ടണമെങ്കിൽ. ഈ 40 സീറ്റ് കോൺഗ്രസ് എവിടെ നിന്നാണ് പിടിക്കാൻ പോകുന്നത്? ഇനി 22 സീറ്റ് ഇവർ സിറ്റി മണ്ഡലം മുഴുവൻ വെച്ചോന്ന് വെച്ചോളൂ. ഇവർ മത്സരിക്കുന്ന 22 സീറ്റും അങ്ങനെ വെച്ചോ. ഇപ്രാവശ്യം ജയിച്ചിട്ടുള്ള സീറ്റ് അത് അങ്ങനെ വെച്ചോ. 21 സീറ്റ് കഴിഞ്ഞാൽ ബാക്കി എത്ര വേണം? 19 സീറ്റ് വേണം. ഈ 19 സീറ്റ് എവിടുന്ന CPM പിടിക്കാൻ പോകുന്നത്? അപ്പോൾ കോൺഗ്രസ് പിടിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ 19 സീറ്റ് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ആ ഐഡൻറ്റിഫൈ ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം? ഈ CPM-ഉം CPI-യും മത്സരിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. CPI മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം, CPM മത്സരിക്കുന്ന സീറ്റിൽ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്നുള്ളത് തരംതിരിക്കണ്ടേ? അതിൽ എത്ര സീറ്റ് ഇപ്രാവശ്യം CPI-യിൽ നിന്ന് പിടിച്ചെടുക്കാൻ പറ്റിയ നേതാക്കന്മാരുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അങ്ങനെയുള്ള നേതാക്കന്മാരുണ്ട് എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ തമ്മിലടി കാരണം ഇപ്പോൾ ശരിക്കും ഞാൻ വിചാരിക്കുന്നത് CPM-ഉം കോൺഗ്രസും 2 പാർട്ടികളാണല്ലോ. മനസ്സിലായല്ലോ? CPM-ഉം കോൺഗ്രസും അതുപോലെയാണ്. കോൺഗ്രസിൻ്റെ അകത്ത് 2 വിഭാഗമാണ്. ഒന്ന് പണ്ട് AUI എന്ന് പറയുന്ന ഐക്യത്തോടുള്ള വിഭാഗങ്ങളായിരുന്നു. 2 ഐക്യം ഉണ്ടാവും. അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഞാൻ ആഭ്യന്തരമന്ത്രി, നീ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ നീ മുഖ്യമന്ത്രി, ഞാൻ ആഭ്യന്തരമന്ത്രി. ഇവർക്കൊരു ധാരണയുണ്ട്. ഇപ്രാവശ്യം എന്ത് വെച്ചാൽ അനാർക്കിസത്തിൻ്റെ അങ്ങേ അറ്റമാണ് കോൺഗ്രസിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അനാർക്കിസം അങ്ങേ അറ്റം. ആർക്കും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ആർക്കും തീരുമാനം എടുത്താൽ നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ KC വേണുഗോപാൽ എടുത്താൽ കേരളത്തിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ മാക്സിമം എടുക്കാൻ പറ്റിയാൽ അദ്ദേഹമാണല്ലോ സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹമാണല്ലോ തീരുമാനം. അദ്ദേഹം എടുക്കുന്ന തീരുമാനം പോലും കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്നില്ലല്ലോ. സുധാകരൻ എടുത്ത ഒരു തീരുമാനം എടുത്താൽ നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ? VD സതീശൻ ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ? രമേശ് ചെന്നിത്തല ഒരു തീരുമാനം എടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇവർ ആരുമായിട്ടാണ് ഈ ഘടകകക്ഷിയുമായിട്ട് ഏറ്റവും ബന്ധമുള്ളത്? രമേശ് ചെന്നിത്തലയ്ക്കാണോ? സുധാകരനാണോ? VD സതീശനാണോ? ഇപ്പോൾ ഏറ്റവും മുതിർന്ന ഘടകകക്ഷി അല്ലെങ്കിൽ ഏറ്റവും സീനിയർ മെയിൻ ഘടകകക്ഷി എന്ന് പറയുന്നത് ലീഗാണല്ലോ. ലീഗുമായിട്ട് ഇതിൽ ഏത് നേതാക്കന്മാർക്കാണ് കൂടുതൽ ബന്ധം? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? VD സതീശനുമായിട്ടാണോ കൂടുതൽ ബന്ധം?
രമേശ് ചെന്നിത്തലയായിട്ടാണോ കൂടുതൽ ബന്ധം, സുധാകരനായിട്ട് ബന്ധപ്പെട്ടോ? രണ്ടുപേരെ ഓൾറെഡി സുധാകരൻ നേരത്തെ തന്നെ ലീഗ് അടുപ്പിക്കുന്നില്ല, ആ ഏരിയയിലേക്ക് ലീഗ് അടുപ്പിക്കുന്നില്ല. VD സതീശനെ അടുത്ത കാലത്തായിട്ട് അധികാരിയായിട്ട് അടുപ്പിക്കുന്ന കാണുന്നുണ്ടോ? അടുപ്പിക്കുന്നില്ല. രമേശ് ചെന്നിത്തല അടുപ്പിക്കുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തല അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സുധാകരനോ ഈ പറയുന്ന VD സതീശനോ സമ്മതിക്കുമോ? അതിന് അനുകൂലമായിട്ട് സമ്മതിക്കുമോ? ഇനി അടുത്ത ഘടകകക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് അല്ലേ. കേരള കോൺഗ്രസിനകത്ത് KM മാണിയെ അപേക്ഷിച്ച് കേരള കോൺഗ്രസ്സിലെ ജോസഫ് വിഭാഗമാണോ പ്രബലം, ജോസ് കെ മാണിയാണോ പ്രബലമായിട്ട് നിൽക്കുന്നത്? അത് ജോസ് കെ മാണി തന്നെയാണ്. അവിടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമല്ല. കാരണം അതിനെ ആരാണ് നയിക്കുന്നത്? അതിന് PJ ജോസഫിന് പണ്ടത്തെ പോലെ അങ്ങനെ നയിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ. അപ്പം മലയോര മേഖലയിൽ നിന്ന് എത്ര സീറ്റ് കിട്ടും, സിറ്റി പ്രധാനപ്പെട്ട തീരദേശ മേഖലയിൽ നിന്ന് എത്ര സീറ്റ് കിട്ടും, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുനർനിർണയത്തിന് ശേഷം ഒരു സ്ട്രാറ്റജി പാർട്ടിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഒരു പാർട്ടീൻ്റെ ഉള്ളിൽ തന്നെ വിഭാഗീയതയുടെ അങ്ങേയറ്റമാണ്. നമ്മൾ അന്ന് ഈ അച്യുതാനന്ദൻ പിണറായി വിജയൻ വിഭാഗീയത പറയുമ്പോഴത്തേക്കും പാർട്ടി ഒറ്റക്കെട്ടായിരുന്നല്ലോ. അത് അവർ തമ്മിലുള്ള വിഭാഗതയുള്ളൂ. രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള വിഭാഗത എന്നുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്തേക്ക് ഗ്രാസ് റൂട്ടിലേക്ക് ജില്ലാ സെക്രട്ടറിമാർ തമ്മിലോ അല്ലെങ്കിൽ നേതാക്കന്മാർ തമ്മിലോ CPM അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാവും. ഇവിടെ യുവ MLA മാർ, യുവ MP മാർ ഒരു വിഭാഗം VD സതീശൻ്റെ കൂടെ, അങ്ങനെയാണല്ലോ. മുതിർന്ന കൈ വിരളിലെണ്ണാവുന്ന ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, പിന്നെ T സിദ്ദിഖ്, അങ്ങനെ വിരളിലെണ്ണാവുന്ന എന്ന് പറഞ്ഞാൽ 10-ൽ താഴെ എന്ന് വെച്ചാൽ മാക്സിമം പോയ 10-ൽ താഴെ MLA മാരാണ് VD സതീശൻ്റെ കൂടെയുള്ളത്. ബാക്കിയുള്ള മുതിർന്ന നേതാക്കന്മാർ ആരുടെ കൂടെയാണ്? അത് രമേശ് ചെന്നിത്തലേൻ്റെ സുധാകരൻ്റെ കൂടെയും KC വേണുഗോപാലിൻ്റെ കൂടെയും ആണെന്ന് നോക്കാം. എന്ന് പറഞ്ഞാൽ 2, 3, 4 പ്രാവശ്യം നിയമസഭയിലേക്ക് ജയിച്ചു വന്ന എല്ലാവരും മുതിർന്ന MLA മാരാണ്. അവർ ഒരു വിഭാഗത്തിൻ്റെ കൂടെ മാത്രം മാറി നിൽക്കുകയാണ്. അങ്ങനെ ഒരു യുവ ടീം മാത്രം വിചാരിച്ചാൽ, ഇപ്പോൾ ഞാൻ പറയാം ഉദാഹരണം, VD സതീശൻ്റെ സംസാരത്തിൽ നിന്ന് വരുന്ന കാര്യം എന്താണ്? യുവ ടീമുകൾ മുഴുവൻ ഇനി അങ്ങോട്ട് നയിക്കേണ്ടത് നമ്മളല്ലേ. ആരാണ് ഈ യുവ ടീം എന്ന് പറയുന്നത്? ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, അടുത്തത് ആരാണ്? അബിൻ വർക്കി, പിന്നെ അങ്ങനെയല്ല, ഞാൻ VD സതീശൻ്റെ കൂടെ അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് യുവ നേതാക്കന്മാരുടെ കാര്യം പറഞ്ഞത്. കോൺഗ്രസിലെ യുവ നേതാക്കന്മാരുടെ കാര്യം ഞാൻ പറയുന്നത്. അബിൻ വർക്കി, പിന്നെയാണ് PC വിഷ്ണുനാഥ്, ഈ പറഞ്ഞ കുഴൽനാട്, മാത്യു കുഴൽനാട്. അപ്പം ഞാൻ റോജി ജോൺ, ഇങ്ങനെയുള്ള ഒരു യുവ ഇതിൽ തന്നെ ഏതൊക്കെ യുവ നേതാക്കന്മാർ ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നത്? ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ടീമിൻ്റെ കൂടെ, VD സതീശൻ്റെ കൂടെ, പിന്നെ അബിൻ വർക്കിയും, പിന്നെ അതിനോട് ഭാഗമായി ചെന്നിത്തലേൻ്റെ കൂടെ, പിന്നെ അതുകൂടാതെ KC വേണുഗോപാലിൻ്റെ ഒരു ടീമും. അപ്പം ഇതിനകത്ത് എന്താണ്? അതിനകത്ത് ഓരോരുത്തരെ ഞാൻ പറയാം. അതിൻ്റെ അകത്ത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യുവ ടീം. ഈ യുവ ടീമിൻ്റെ മാത്രമേ കോൺഗ്രസിനെ നയിക്കാൻ ഞങ്ങളുടെ പുറകിൽ ഒരു യുവ തരംഗമുണ്ട് എന്ന് പറയുന്ന യുവ ടീമിൻ്റെ കൂടെയാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ടീം മത്സരിക്കുന്നു. അതേപോലെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ VD സതീശൻ്റെ കൂടെ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം. അതുകൂടാതെ KC വേണുഗോപാലിൻ്റെ KP അനിൽകുമാറിൻ്റെ കൂടെയുള്ള ഒരു വിഭാഗം വേറെയും. അപ്പം ഇതെന്താണ്? പാർട്ടിക്കുള്ളിൽ വിവിധ പാർട്ടികളായി കോൺഗ്രസും UDF കോൺഗ്രസ് മാറി എന്നുള്ളതാണ്. ഇനി അടുത്തതിലേക്ക് വരാം. ഇനി എന്താണ് ഈ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഘടകകക്ഷികൾക്ക് ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഈ പറഞ്ഞ ലീഗിന് കോൺഗ്രസ്സിലെ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നുണ്ടോ? കേരള കോൺഗ്രസ് ഒന്നും ഇടുന്നില്ല. നിങ്ങൾ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ എന്തെങ്കിലും ഒരു നീക്കം കാണുന്നുണ്ടോ? പിന്നെ വേറെ ഏതാ പാർട്ടിയാ ഇതിൻ്റെ അകത്തുള്ളത്? ഒരു പാർട്ടിയില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് RSPനെ നമ്മൾ കണക്കാക്കേണ്ടതല്ല. അവർ ഒരു സീറ്റിൽ 2 സീറ്റിലാണ് മത്സരിക്കുന്നു വെച്ചോ. അതുകൊണ്ട് എന്താണ് ശരിക്കുന്നത്? 93 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 93 സീറ്റിൽ. ഈ 93 സീറ്റിൽ മത്സരിക്കുമ്പോൾ 93 സീറ്റിനകത്ത് മത്സരിക്കുമ്പോൾ ആരോടാണ്, എങ്ങനെയാണ് മത്സരിക്കാൻ വേണ്ടി ഇവർക്ക് ഒരു തീരുമാനം എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടോ? ഇനി 6 മാസമേ ഉള്ളൂ. 6-7 മാസമേ ഉള്ളൂ ഇനി പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിലേക്ക് എത്ര വരാണ്ട്? 6-7 മാസമാണ് ആകെ ഇനിയുള്ളത്. ഈ 6-7 മാസത്തിനുള്ളിൽ ഇവർ നിയമസഭാ ഇലക്ഷന് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനോ മുനിസിപ്പാലിറ്റി ഇലക്ഷന് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു നീക്കമേ നടക്കുന്നത്. ഇനി അത് കഴിയട്ടെ. ഇനി എന്താണ്? ഇനി നമ്മുടെ ഇവരുടെ മണ്ഡലം പുനഃസംഘടന നടന്നിട്ടുണ്ടോ? മണ്ഡലം പുനഃസംഘടന നടന്നിട്ടില്ല. അതിനനുസരിച്ച് വേണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വേണമല്ലോ ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി. അത് തീരുമാനമായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ കോൺഗ്രസിന് KPCC അധ്യക്ഷനെ മാറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന് ശേഷമാണല്ലോ. അതിന് മാറ്റമായിട്ടില്ല. പിന്നെ ഇതിന് ഒന്നും തീരുമാനമാവാതെ ഇവർ ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയ സാധനമാണല്ലോ രാഷ്ട്രീയകാര്യ സമിതി.
അവിടെ എന്താണ് നടന്നത്? അവിടെ സതീശനെ സത്യം പറഞ്ഞാൽ സതീശൻ പറഞ്ഞു തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ സതീശന് ഓർമ്മയുള്ളൂ. സതീശൻ തിരിച്ചു പോയി. പ്രശ്നം പൂർത്തീകരിക്കാതെ അദ്ദേഹം അവിടെ പോയിരുന്നു. എന്നെ പറയാൻ പോലും അനുവദിക്കാത്ത സ്ഥലത്ത് അദ്ദേഹം ഒരു സ്ട്രാറ്റജി. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനോട് ഞാൻ ആ കാര്യം യോജിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഇതിന് മുൻകൈ എടുക്കണ്ടേ? എല്ലാവരും മുൻകൈ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മുൻകൈ എടുത്ത് ഇറങ്ങി തിരിച്ചാൽ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും ഇവരെല്ലാം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്തിനാണ്? എനിക്ക് മുഖ്യമന്ത്രിയാവണം, അല്ലെങ്കിൽ എനിക്ക് പ്രതിപക്ഷ നേതാവണം, അല്ലെങ്കിൽ എനിക്ക് KPCC പ്രസിഡന്റ് ആവണം എന്നുള്ള നിലയിലേക്കാണ് മുന്നിൽ. ഇത് ഞാൻ പാർട്ടിയുമായി മുന്നോട്ട് പോകും എന്ന് ഇവർ അംഗീകരിക്കും തോന്നുന്നുണ്ടോ? ഇവർ അംഗീകരിക്കാനേ പോകുന്നില്ല. ഇനി ഒറ്റ കാര്യത്തോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവരുടെ ധാർഷ്ട്യത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവരുടെ കയ്യിൽ ഇപ്പോൾ ഭരണമില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഉമ്മൻചാണ്ടീൻ്റെ കഴിവുകൊണ്ട് മാത്രം 5 വർഷം നിലനിന്ന് പോയ പാർട്ടിയുടെ കാര്യം 72 ഇത് നമ്മുടെ സെൽവരാജിനെ അടക്കം പിടിച്ച് ഇവിടെ കൊണ്ടുവന്നത് 73 3-3 സീറ്റിൻ്റെ പിൻബലത്തിൽ 5 വർഷം ഭരണം നടത്തിയത് ഉമ്മൻചാണ്ടിയുടെ മാത്രം കഴിവാണ്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഉമ്മൻചാണ്ടി ആൾക്കാരെയും നേതാക്കന്മാരെയും ഘടകകക്ഷികളെയും കൈകാര്യം ചെയ്യുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നല്ലോ. ആ ശൈലി ഇന്നത്തെ ഈ നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. മീഡിയകളെ കണ്ടാൽ പോലും ഇവർക്ക് മടുപ്പാണ്. ഇവർക്കെതിരെ വാർത്ത കൊടുത്താൽ മടുപ്പാണ്. ഇവർക്കെതിരെ ഒന്ന് സംസാരിച്ചാൽ മടുപ്പാണ്. ഇവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇവർക്കെതിരെ ഒരു തമ്മിലടി എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക? ജനങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകളാണല്ലോ നമ്മൾ കൊടുക്കുക. ജനങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള വാർത്തകൾ, ജനങ്ങൾ അറിയേണ്ട വാർത്തകൾ ആണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ കൊടുക്കുക? കോൺഗ്രസിൻ്റെ ഉള്ളിൽ തമ്മിലടി എന്ന് പറഞ്ഞാൽ തമ്മിലടിയാണ് നമ്മൾ പുറത്തു കൊടുക്കുന്നത്. കാരണം അത് അവർക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മാത്രമല്ല വി ഡി സതീശൻ മനസ്സിലാക്കാത്തൊരു കാര്യം, ഈ വാർത്തകളൊക്കെ നമുക്ക് കിട്ടുന്നത് കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ ആണ്. നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുന്ന ഒരു വാർത്തയല്ലല്ലോ. അപ്പോൾ ആ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ വി ഡി സതീശനെ ഒരു ചാനൽ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇരവാദം ഉന്നയിക്കുന്നതിന് എന്ത് പ്രസക്തി എനിക്ക് ഇനി മനസ്സിലാവും. വി ഡി സതീശൻ്റെ മാത്രമല്ല, ഞാൻ പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വാർത്തകളെ ഇപ്പോൾ ഞാൻ ഉദാഹരണം ചെയ്യട്ടെ. കഴിഞ്ഞ 7 വർഷമായിട്ട് അല്ലെ 9 വർഷമായിട്ട് ആരാ ഭരിക്കുന്നത് കേരളത്തിൽ? 9 വർഷമായിട്ട് CPM ആണ് ഭരിക്കുന്നത്. കേരളത്തിൽ എത്ര മാധ്യമങ്ങളെ CPM ബഹിഷ്കരിച്ചിട്ടുണ്ട്? അവരയിലാണല്ലോ ഭരണം ഇരിക്കുന്നത്. എത്ര ബഹിഷ്കരിച്ചിട്ടുണ്ട്? അവരയിലാണ് ഭരണം ഇരിക്കുന്നത്, അവരയിലാണ് പോലീസ് ഇരിക്കുന്നത്, അവരയിലാണ് ശൈലി ഇരിക്കുന്നത്. ബഹിഷ്കരിച്ചിട്ടില്ല. ചർച്ചകളിൽ ചിലപ്പോൾ പറയുമ്പോൾ ഇത് ഇന്ന ചർച്ചയാണ് നിങ്ങളെടുത്തെന്ന് പറഞ്ഞ് കുറച്ച് എന്താണ് അവരോട് ഇത് പുറത്തേക്ക് കാണിക്കുന്നത്. എത്ര മാധ്യമങ്ങളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്? ഭരണമില്ലാത്ത, ഇനി ഭരണത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരു ശൈലി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളെയാണ് ആദ്യം ബഹിഷ്കരിക്കാൻ നോക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? സോഷ്യൽ മീഡിയ മാത്രം വെച്ചിട്ട് മുന്നോട്ട് വരാം. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന പാർട്ടി CPM ആണ്. ഇപ്പോൾ അവരുടെ കയ്യിൽ ഭരണമില്ലാത്തതുകൊണ്ട് മിണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കട്ടെ. അത് കഴിഞ്ഞാൽ BJP ആണ് 3-ാം സ്ഥാനത്തേ ഉള്ളൂ. എന്തുകൊണ്ട് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ഈ സോഷ്യൽ മീഡിയയെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല? അവരുടെ കയ്യിൽ ഭരണമിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്? അവർ സേഫാണ്. നിങ്ങൾ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനോടനുബന്ധിച്ച് നോക്കിക്കോളൂ. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെല്ലാം CPM അനുകൂല ഹാൻഡിലുകളെല്ലാം പടപടപടാന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ CPM ഹാൻഡിലൊന്നും അതിൻ്റെ 7 എത്താൻ പോകുന്നില്ല. അതുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന ഹൈപ്പ് കൊണ്ട് നാളെ രാവിലെ അധികാരം പിടിക്കാം എന്ന് വിചാരിക്കും. പിന്നെ ഉണ്ണിസാർ പറഞ്ഞ വേറൊരു കാര്യത്തോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ്? ആൻറ്റി ഇൻക്യുംബൻസി ഉള്ള സംസ്ഥാനത്ത് മുഴുവൻ ഭരണം കിട്ടുമെന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ആൻറ്റി ഇൻക്യുംബൻസി ഉള്ള ഭരണം 21 എന്തായിരുന്നു കോൺഗ്രസ് വിചാരിച്ചിരുന്നത്? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്ന് മാതൃഭൂമിയിൽ ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അന്നത്തെ സർവേ വെച്ചിട്ട് നമ്മൾ പറയുന്നത് 95-ന് മുകളിൽ സീറ്റിൽ ഇടതുപക്ഷത്തിന് കിട്ടാൻ പോകുന്നതാണ്. 95-നും 105-നും ഇടയിൽ സീറ്റുകളുമായിട്ട് 21-ൽ തുടർഭരണം എന്നാണ് ഞാൻ ലൈവിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണത്. അന്ന് കോൺഗ്രസ് നേതാക്കൾ അത് പുച്ഛിച്ചാൽ തള്ളിയത് എന്ന് മാത്രമല്ല, അതിന് ശേഷമുള്ള ബൈറ്റുണ്ട്, പ്രമുഖ നേതാക്കളുടെ ബൈറ്റാണ്. ഞാനിപ്പോൾ അതിൻ്റെ പേരൊന്നും പറയുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കാണണം കേട്ടോ. വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ 95-ഉം 105-ഉം ഒക്കെ പറഞ്ഞ ആളുകളെ ഒന്ന് കാണണം എന്നാ പറഞ്ഞത്. പിന്നെ അവരെ പിന്നെ കണ്ടില്ല. നമ്മൾ ആ നേതാക്കളെ പിന്നെ കണ്ടില്ല. 99 സീറ്റുമായിട്ട് ഇടതുപക്ഷം തിരിച്ചു വരും. കാരണം അറിയാം, വിചാരിക്കുന്നത് 5 വർഷം കഴിഞ്ഞാൽ ഭരണം അങ്ങ് മാറുക എന്നാണല്ലോ. അങ്ങനെയില്ലെന്നേ. 5 വർഷം കഴിഞ്ഞാൽ ഭരണം മാറുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാരുകൾ അവസാന ഘട്ടത്തിൽ അൺപോപ്പുലർ ആകുന്നു എന്നുള്ളതാണ്. മിക്കപ്പോഴും അതിൻ്റെ ഗുണഭോക്താക്കളായിരിക്കുന്നത് കേരളത്തിൽ UDF ആണ്. UDF എല്ലാ പ്രാവശ്യവും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു അൺപോപ്പുലാരിറ്റി അവസാനം വരുമ്പം ഒരു ആൻറ്റി ഇൻകംബൻസി വരും. അത് ടാക്സ് ചെയ്ത് അധികാരത്തിൽ വരികയാണ്. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ അതിമനോഹരമായ സ്ട്രാറ്റജി ആസൂത്രണം ചെയ്ത് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെ സംഘടനയെ ചലിപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനല്ലല്ലോ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. കോൺഗ്രസിന് അനുകൂലമായിട്ട് ജനങ്ങളങ്ങ് വോട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അത് 2021 നടക്കുമെന്നാണ് വിചാരിച്ചത്. അത് നടന്നിട്ടില്ല എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം. 26-ലും അങ്ങനെ ഒരു ചിന്തയുമായിട്ടാണ് നിൽക്കുന്നത്. 19-1 കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ പിന്നെ 19 ലോക്സഭ ഇലക്ഷൻ 19 അന്നെന്താ പറഞ്ഞത്? അന്ന് CPM തകർന്നടിഞ്ഞു, ഇനി നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുമെന്ന് പറഞ്ഞാണ്. അല്ല, പക്ഷേ വേറെ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ തിരിച്ചു പിടിച്ചു CPM. ഞാൻ സാറേ അതാണ് ഞാൻ പറഞ്ഞത്. CPM ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന
എങ്ങനെയാണെന്നറിയോ, നിയമസഭ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷനിൽ എപ്പോഴും മേൽക്കൈ CPM ആയിരിക്കും. ആ CPM അത് പിന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം എന്താണ്, ഓരോ പോക്കറ്റിലും അവരുടെ അണികൾ, പുതിയ ആൾക്കാർ വന്നു, പുതിയ നേതാക്കന്മാർ വന്നു, ഓരോ വാർഡിൽ വന്നു, ഓരോ പഞ്ചായത്തിൽ വന്നു, ഓരോ മുനിസിപ്പാലിറ്റി, ലോക്കൽ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആൻറ്റോ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് സർവ്വസജ്ജമായി നിൽക്കുന്ന CPM-നെയാണ്. ജില്ലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുക. അത്യന്തം വിഭാഗീയതയുണ്ടാകുമെന്നും പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും നമ്മൾ കരുതിയ സ്ഥലങ്ങളിലെല്ലാം വളരെ നീറ്റായിട്ട് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. കൊല്ലത്ത് നമ്മൾ കണ്ടത് എന്താ, ഒരു ഏരിയ കമ്മിറ്റി മാത്രം അവിടെ പിണങ്ങി നിന്നത്. വളരെ മനോഹരമായിട്ട് അവിടുത്തെ ജില്ലാ സമ്മേളനം പൂർത്തിയായി. ഇന്നിപ്പോൾ പാലക്കാട് ജില്ലാ സമ്മേളനം നാളെ പൂർത്തിയാവാൻ പോകുക. അവിടെയും ഉണ്ടായിരുന്നു ചെറിയ വിഭാഗീയ പ്രശ്നങ്ങൾ. പക്ഷേ പാർട്ടിക്കുള്ളിൽ വളരെ ശക്തമായി നിലപാടെടുത്ത് മലപ്പുറവും പാലക്കാടും കണ്ണൂരും എല്ലാം പൂർത്തിയായി. അതായത് ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായി കഴിയുമ്പോൾ പാർട്ടിക്ക് കിട്ടുന്ന ഒരു ഉണർവ് എന്ന് പറയുന്നത് റീജുവനേഷൻ. അങ്ങനെ റീജുവനേറ്റ് ചെയ്തൊരു പുത്തൻ ഉണർവുമായി വരുന്ന പാർട്ടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഓൾറെഡി അവർ പ്രവർത്തനം ആരംഭിച്ചു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇവിടെ പുനഃസംഘടനയെക്കുറിച്ച് സ്ട്രാറ്റജി അവതരിപ്പിക്കുന്നതിനെ ബ്ലോക്ക് ചെയ്യാണ് കോൺഗ്രസ്. ഞാൻ പറയുന്നത് ഇപ്പം നമുക്കൊരു ഇടവേള ഇവിടെ എടുത്തു. സാർ ഒരു ഒറ്റ സെക്കൻഡ് കൂടെ. അല്ല, ഞാൻ ഈ പിന്നെ ഫ്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഞ്ചായത്ത് ഈ CPM-ൻ്റെ പിന്നെ ജില്ലാ സമ്മേളനം നടക്കുമ്പോഴേ ആരെയാണോ വിമർശിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ വിമർശിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പൊ പാലക്കാട് ഇലക്ഷനിലൊക്കെ നമ്മൾ നോക്കിയാൽ മതി. ഈ പാർട്ടി സമ്മേളനം നോക്കിയാൽ മതി. അവിടെയൊക്കെ PK ശശി അല്ലേ, PK ശശിയൊക്കെ ആരോടും ഉന്നയിക്കുകയും അതേ വിമർശിക്കപ്പെടണമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയാണ് വിമർശനങ്ങൾ വരുന്നത്. എവിടെ കൊല്ലത്തും അങ്ങനെയല്ലേ വിമർശനങ്ങൾ. അപ്പം ഇത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് കഴിഞ്ഞ് എല്ലാം കൊണ്ടും സജ്ജമായ CPM പിന്നെ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വരികയും അവിടുന്ന് ഒരു വലിയ വിജയം നേടി. കാരണം അത് ഉറപ്പാണല്ലോ. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷൻ എപ്പോഴും ലീഡ് ചെയ്യുന്നത് ഇടതുപക്ഷമായിരിക്കും, അതിനൊരു ഡൗട്ടില്ല. അത് അവർക്ക് അത്രയുള്ള സംവിധാനം. അതോട് കിട്ടുന്നത് എന്താണെന്നറിയോ, എല്ലാ പോക്കറ്റുകളിലും പുതിയ മെമ്പർമാരെയും പുതിയ പഞ്ചായത്ത് മെമ്പർമാരെയും മാത്രമല്ല. നോക്കൂ, ചേലക്കര നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾ അല്ലേ. ചേലക്കരയിൽ ശരിയാണ് ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. ഭൂരിപക്ഷം എനിക്ക് തോന്നുന്നു ഒരു 14,000 ഭൂരിപക്ഷമാണ് കുറച്ചത് ആ മണ്ഡലത്തിൽ. പക്ഷേ അവിടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്നതായിരിക്കും. ഇനി രാധാകൃഷ്ണൻ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 5,000-ൻ്റെ വ്യത്യാസമേ അവിടെ വരാൻ സാധ്യതയുള്ളൂ. അതായത് 5,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കുന്നതാണ് ഒരു വലിയ നേട്ടമായിട്ട് കോൺഗ്രസ് കണക്കാക്കുന്നതെങ്കിൽ അത് അബദ്ധം. ഒറ്റ കാര്യം കാരണം എന്ന് വെച്ചാൽ ഞാൻ അതാ പറഞ്ഞത്, ഈ 40 മണ്ഡലങ്ങളിൽ ഏകദേശം 25,000-നും 30,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളുണ്ട്. 10,000-ന് മുകളിൽ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലങ്ങളുണ്ട്. ബാക്കി വരുന്നൊരു 20-25 മണ്ഡലങ്ങൾ. ആ 65 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം 5,000-ന് മുകളിലാണ്. അത് CPM-ന് കിട്ടിയിരിക്കുന്നത്. അതായത് ചേലക്കര പോലൊരു മണ്ഡലത്തിൽ പോലും രാധാകൃഷ്ണൻ്റെ അസാന്നിധ്യത്തിൽ അവിടെ ഇത്രയും മാത്രമേ കുറയ്ക്കാൻ സാധിച്ചിട്ടുള്ളൂവെങ്കിൽ അതൊരു സൂചനയാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് കോൺഗ്രസിന് ഇപ്പോഴുള്ള സ്ട്രാറ്റജി പോരാ എന്നുള്ളത്. ഞാൻ പറയട്ടെ, ഈ 2021 ഇലക്ഷന് ശേഷം എത്ര സ്ഥലത്താണ് പയ്യശം വന്നേ? 1 പുതുപ്പള്ളി, എല്ലാ സിറ്റിയിലും 1 പുതുപ്പള്ളി, 2 തൃക്കാക്കര, 3 പാലക്കാട്, പിന്നെ ചേലക്കര, 4 സ്ഥലത്തല്ലേ വന്നുള്ളൂ. ഈ 4 സ്ഥലം ആരാണ്? തൃക്കാക്കര ആരായിരുന്നു? കോൺഗ്രസിന്റെ കോട്ടയല്ലേ, അവരല്ലേ ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെ എന്ത് നേട്ടം രീതിയിൽ പറയാൻ പറ്റുക? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നുമില്ല. ഞാൻ പറയുന്ന വോട്ട് കിട്ടി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഞാൻ വിചാരിക്കുന്ന വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അതോ കോൺഗ്രസിനുള്ള വോട്ട് തന്നെയാണ്. രണ്ടാമത് പുതുപ്പള്ളി കോൺഗ്രസിന്റെ കുത്തക കൊത്തളാണ്. അവിടെ എന്താണ്? അവിടെ പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വലിയ വിജയമാണോ? മൂന്നാമത് പാലക്കാട്, അതാരാണ്? അവിടുത്തെ കോൺഗ്രസിൻ്റെ MLA പിന്നെ രാജിവെച്ചിട്ട് MP ആയി വന്ന സ്ഥലത്ത് അവർ തിരിച്ചു വന്നു എന്ന് പറയുന്നത്. എവിടെയായിരുന്നു പിടിക്കേണ്ടിയിരുന്നത്? ചേലക്കര പിടിച്ച് കാണിക്കാനായിരുന്നു. ഈ ട്രെൻഡ് മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഒരു അനക്കം ഉണ്ടായിട്ടില്ല. അവിടെ ഒന്നും ഒരനക്കം ഉണ്ടായിട്ടില്ല. അവിടെ അനക്കം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താണ്? പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു വന്നു ഉടനെ വന്ന ഇലക്ഷൻ. പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർ വലിയ തിരിച്ചടി നേരിട്ട സമയം. അതുമാത്രമാണോ? അത് പിന്നെ നമ്മുടെ രാധാകൃഷ്ണനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഗംഭീരമായൊരു കാൻഡിഡേറ്റ് മാറി പ്രദീപിനെ പോലെയുള്ള ഒരു കാൻഡിഡേറ്റ് വന്ന സ്ഥലത്ത് അവിടെ ഒരു ഞാൻ പറയുന്നത് ഒരു 5,000-ൽ താഴെയെങ്കിലും വോട്ട് വന്നാൽ പറയാമായിരുന്നു നമുക്ക്. അതിന് മുൻപ് പ്രദീപ് മത്സരിച്ചപ്പോൾ ഈ 10,000 തന്നെ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂട്ടി. ഇനി മറ്റൊരു കാര്യമുണ്ട്. ചേലക്കര മണ്ഡലം ഞാൻ പോയി റിപ്പോർട്ട് ചെയ്തതല്ലേ, നമ്മളെല്ലാവരും ആ ഭാഗത്തെ റിപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ഒറ്റ യന്ത്രം പോലെ പ്രവർത്തിച്ചിട്ടാണ്. 2 കാര്യങ്ങളുണ്ടാണ്. ഒന്ന്, ചേലക്കര എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു കേരളത്തിൽ വികസനം കടന്നു ചെല്ലാത്ത മണ്ഡലങ്ങളിലൊന്നാണ് എന്ന് പറയാവുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട മണ്ഡലമാണ് ചേലക്കര. ആ റോഡുകൾ, ഇടവഴികളിലെ റോഡുകളാണെങ്കിലും ശരി, ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ, എന്നിട്ട് പ്രദീപിൻ്റെ വീട്ടിലേക്കുള്ള റോഡ് പോലും തകർന്നു കിടക്കുന്നൊരവസ്ഥയുണ്ട്. അവിടെ നഗരത്തിലെ
വികസനം നടന്നിട്ടില്ല, ആ ടൗൺഷിപ്പ് വികസനം നടന്നിട്ടില്ല, അവിടെയുള്ള റൈസ് ഫാക്ടറി പോലും പ്രവർത്തനം നടക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ആൻറ്റി ഇൻകുംബൻസി എന്തെന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻകുംബൻസി ഇതാണ് എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം ചേലക്കര. ആ ആൻറ്റി ഇൻകുംബൻസി എൻകാഷ് ചെയ്യാൻ കോൺഗ്രസിന് പറ്റിയിട്ടില്ല. മാത്രവുമല്ല അവിടെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. ഇനി അങ്ങനെ ഈ 140 മണ്ഡലങ്ങളിലും പ്രവർത്തിക്കാൻ പറ്റുമോ പാർട്ടിക്ക്? ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് പോലെ ഇത്രയും കോൺഗ്രസ് നേതാക്കളെ അവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇതേപോലെ KSUവിനെ കൊണ്ടുവരാൻ പറ്റുമോ? യൂത്ത് കോൺഗ്രസിനെ അവിടെ കൊണ്ടുവരാൻ പറ്റുമോ? ഇതേപോലെ സ്ട്രാറ്റജി കൊണ്ടുവരാൻ പറ്റുമോ? ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് ഉപയോഗിച്ചു ഒരു വാർ സോണിൽ നിൽക്കുന്നത് പോലെയുള്ള ഒരു വാർ റൂം പ്രവർത്തിച്ചിട്ട് പോലും ചേലക്കരയിൽ പ്രദീപിന് കിട്ടിയ വോട്ട് കുറയ്ക്കാൻ പറ്റും. അല്ല, ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇനിയിപ്പം എവിടെയാണ്? നിലമ്പൂരാണല്ലോ അടുത്ത ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതെ, നിലമ്പൂരെങ്കിലും ഇവർക്ക് പിടിച്ചെടുക്കണമെന്നൊരു ആഗ്രഹമില്ലെന്നേ. അവിടെ അൻവർ ഒന്ന് പറയാണ്, നിങ്ങൾ എന്നെ എടുക്കൂ, ഞാൻ നിങ്ങളെ ജയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ പോലും ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ്, പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുമ്പ് എന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തണമല്ലോ. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുൻപാണ്. എന്നാൽ 1-2 മാസം മുന്നേ എവിടെ നിന്ന് ഇലക്ഷൻ നടക്കും? ഈ പറഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ നടക്കുമല്ലോ. അവിടെ അൻവറിൻ്റെ ഇപ്പോൾ ഉണ്ടായിരുന്ന ശേഷിയും എല്ലാം ചോർന്ന് തീരുന്നത് വരെ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് അവസാന നിമിഷം ഗതി കെട്ട് ഇദ്ദേഹത്തെ എടുക്കും. അപ്പോഴത്തേക്ക് അൻവറിൻ്റെ കയ്യിലുള്ള ആൾക്കാരെല്ലാം ചോർന്ന് പോയിട്ടുണ്ടാവും. ആ സമയത്ത് എടുത്തിട്ട് അതും എങ്ങനെയാണ്? അതും ജയിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോടുകൂടി തീരുമാനങ്ങൾ സ്ട്രോങ് ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് 2 കാര്യത്തിലാണ്. ഒന്ന് മീഡിയേൻ്റെ കാര്യത്തിൽ, ഒന്ന് ഇലക്ഷൻ സ്ട്രാറ്റജിൻ്റെ കാര്യത്തിൽ, 3 ഘടകകക്ഷി വിപുലീകരണത്തിന്. ഞാൻ പറയട്ടെ, ഒറ്റ കാര്യം കൂടെ പറയാം. 2021 ഇലക്ഷൻ്റെ സമയത്ത്, 2016 ഇലക്ഷൻ്റെ സമയത്ത് ഒരു പാർട്ടി ഉണ്ടാക്കിയായിരുന്നു, കേരള കോൺഗ്രസ്. മറ്റേ ആന്റണി രാജുവിനെയും പിന്നെ ഫ്രാൻസിസ് ജോർജിനെയും ഒക്കെ വെച്ചിട്ട്. എങ്ങനെ CPM ഉണ്ടാക്കിയെന്നറിയോ? ഓരോ സ്ഥലത്തു നിന്ന് ഓരോരുത്തരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു പാർട്ടിയെ ഉണ്ടാക്കി. ജനാധിപത്യ സെക്കുലർ അല്ലേ? ജനാധിപത്യ സെക്കുലർ. ആ പാർട്ടി എങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ? CPM തന്നെ ഒരു പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ആന്റണി രാജുവിനെ ഇവിടുന്ന്, പിന്നെ ഫ്രാൻസിസ് ജോർജ് വേറെ സ്ഥലത്തു നിന്ന്, അങ്ങനെ 4 പേരെ ഉണ്ടാക്കിയിട്ട് മുന്നണി വിപുലീകരണം ഈ പാർട്ടിയിൽ നടത്തി എന്ന് വരുത്തി തീർക്കാൻ പറ്റി. അതെന്താണ്? അതൊരു സ്ട്രാറ്റജിയാണ് പാർട്ടീൻ്റെ. അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജി പോലും കോൺഗ്രസ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പറയുന്ന പോലെ കേരള കോൺഗ്രസ് എമ്മിനെ അവിടെ നിന്ന് കൊണ്ടുവരണം. നടക്കുമോ? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കേരള കോൺഗ്രസ് ഇവിടെ PJ ജോസഫ് നിൽക്കുമോ? വരുമോ? വരാൻ പോകുന്നില്ല. അവർക്ക് കാര്യം മനസ്സിലായി. എമ്മിന് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അത് വരാൻ പോകുന്നില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതിനെ വിപുലീകരിക്കണം ഒരു പാർട്ടി വേണ്ടേ? ആ പാർട്ടി ഉണ്ടാക്കാൻ ഒരു സംവിധാനം വേണ്ടേ? പിന്നെ എമ്മിന് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. അത് മാത്രമല്ല, രാജ്യസഭ MP സീറ്റ് അവർ കൊടുത്തില്ലേ? അവരുടെ സ്വന്തം, അവരുടെ CPMന്റെ സ്വന്തം സീറ്റ് എടുത്തിട്ട്. ഇനി ആകെ ഒരു സാധ്യതയുള്ളത് ഇപ്പോൾ കാന്തപുരം പിണങ്ങി നിൽക്കുന്നുണ്ട്. കാന്തപുരത്തെ മറുഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ലീഗുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് നടക്കുന്നത്. അതും കോൺഗ്രസിന്റെ നേതൃത്വത്തിലല്ല. കോൺഗ്രസിൽ ഒരു സ്ട്രാറ്റജിയും ഇല്ല കേട്ടോ. അവിടെ അല്പമെങ്കിലും സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് ലീഗാണ്. Meet the editors.